نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وشاورهم في الأمر فإذا عزمت فتوكل على الله إن الله يحب المتوكلين. ബഹുമാന്യരായ വിശ്വാസികളെ റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ 3-ാം അധ്യായം സൂറത്ത് ആലി ഇംറാനിലെ 159-ാമത്തെ വചനമാണ് ഓതിവെച്ചത്. കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചതുപോലെ ഇസ്ലാം വിലക്കിയ മോശമായ സ്വഭാവമാണ് ഞാനെന്ന ഭാവം, സ്വന്തത്തെക്കുറിച്ചുള്ള അമിതമായ പ്രശംസകളും ഞാൻ തരക്കേടില്ല എന്ന തോന്നലുമൊക്കെ ഒരു മനുഷ്യന് ഇഹലോകത്തും പരലോകത്തുമെല്ലാം ദോഷമാണ് വരുത്തിവെക്കുക എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം സൂചിപ്പിച്ചത്. ദുഷിച്ച ആളുകൾ, അഹങ്കാരികളായ ആളുകൾ, ധിക്കാരികൾ, അവരിൽ നിന്നാണ് പലപ്പോഴും ഇത്തരം ഭാവങ്ങളെ വിശുദ്ധ ഖുർആൻ നമുക്ക് വരച്ചു കാണിച്ചത്. ഞാനാണ് ഖൈറായവൻ എന്ന തോന്നലിൽ നിന്ന് പടച്ച റബ്ബിനെതിരായി പ്രവർത്തിക്കുന്ന പ്രവണത വിശുദ്ധ ഖുർആൻ ആദ്യമായി എടുത്തു കാണിച്ചത് ഇബ്ലീസിനെ കുറിച്ചാണ്. ആദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സുജൂദ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ ഇബ്ലീസിന്റെ പ്രതികരണം ഖാല അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ ഖൈറായവനാണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും ആദമിന് സുജൂദ് ചെയ്യാൻ പറ്റിയവനല്ല, ഞാനാണ് ഖൈർ. കാരണം ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ, ഈ ആദമിനെ സൃഷ്ടിച്ചത് മണ്ണ് കൊണ്ടാണ്, എന്നെ സൃഷ്ടിച്ചാവട്ടെ തീ കൊണ്ടുമാണ്. അതിനാൽ ഞാനാണല്ലോ ഖൈറായവൻ, ഖൈറായ ഞാൻ എങ്ങനെ എന്നേക്കാൾ ഖൈർ കുറഞ്ഞ ആദമിന് മുമ്പിൽ സുജൂദ് ചെയ്യുക എന്ന ധിക്കാരത്തിന്റെ വാക്ക്
ഇബ്ലീസ് പറയുകയും അതുവഴി എന്നേക്കുമായി ശപിക്കപ്പെട്ടവനായി സ്വർഗത്തിൽ പോലും പുറത്താക്കപ്പെട്ടവനായി നരകാവകാശിയായി മാറിയെന്ന് മാത്രമല്ല നരകത്തിലേക്ക് ആളെ കൂട്ടുന്നവനായി മാറുന്നതാണ് പിന്നീട് അവന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അവിടുന്ന് ഇങ്ങോട്ട് ധിക്കാരങ്ങളുടെ രീതികളെല്ലാം പറയുമ്പോൾ അല്ലാഹു തആല സമാനമായ പല സംഭവങ്ങളെയും വിവരിച്ചത് കാണാൻ കഴിയും. ലോകത്താദ്യമായി ഉണ്ടായ കൊലപാതകം അതും ഇത്തരമൊരു ചിന്തയിൽ നിന്നാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയത്. ആദം നബിയുടെ 2 മക്കൾ തമ്മിലുണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം, ഹാബീൽ ഖാബീൽ വിഷയം സൂറത്ത് മാഇദയിൽ അല്ലാഹു തആല വിശദീകരിക്കുന്നുണ്ട്. അവസാനം പരിഹാരമായി രണ്ടുപേരും പരസ്പരത്തിന് മുമ്പിൽ ഒരു ഖുർബാൻ, ഒരു പ്രായശ്ചിത്തമായി ഒരു ബലികർമ്മം നിർവഹിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ ഒരാളുടെ സ്വീകരിക്കപ്പെട്ടു, മറ്റാൾ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്നു. വതുലൈഹിം നബഅ ഇബ്നൈ ആദം ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബല മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ മിനൽ ആഖർ. രണ്ടുപേരും പരസ്പരത്തിന് മുമ്പിൽ ഒരു ബലി സമർപ്പിക്കുകയും അതിൽ ഒരാളുടേത് സ്വീകരിക്കപ്പെടുകയും അവന്റേത് സ്വീകരിക്കാതെ പോവുകയും ചിലപ്പോൾ സ്വീകരിക്കപ്പെടാതെ പോയവൻ മറ്റവനോട് പറഞ്ഞത് ലഅഖ്തുലന്നക, ഞാൻ നിന്നെ കൊന്നുകളയുമെന്നാണ് പ്രതികാരമായവന് പറഞ്ഞത്. കാരണം എന്റെ സ്വീകരിക്കാതിരിക്കാൻ മാത്രം, എന്നേക്കാൾ ഖൈറാകാൻ മാത്രം നിനക്കെന്താണ് ഉള്ളത്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന അഹങ്കാരമാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ പരിചയപ്പെടുത്തുന്നത്. ഫിർഔനെ കുറിച്ച് പറയുമ്പോഴും ഫിർഔൻ പറഞ്ഞ പ്രതികരണം അല്ലാഹു തആല എടുത്തു പറഞ്ഞു, ഫഖാല അന റബ്ബുകുമുൽ അഅ്ല, ഞാനാണ് അത്യുന്നതനായ റബ്ബ് എന്ന് മൂസാ നബിയുടെ ദഅവത്തിനെതിരായി ഹാറൂൻ നബിയുടെ ദഅവത്തിനെതിരായി ഫിർഔൻ പറഞ്ഞതിനെ അല്ലാഹു തആല എടുത്തു കാണിക്കുന്നു. 2 അമ്പിയാക്കൾ വരികയും ലോകത്തിലെ രക്ഷിതാവിനെ റബ്ബിനെ പരിചയപ്പെടുത്തുകയും ആ തൗഹീദിന്റെ വഴിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ അവന്റെ അഹങ്കാരം സമ്മതിച്ചില്ല. അവൻ പറഞ്ഞ പ്രതികരണമാണ്, ഞാനാണ് അത്യുന്നതനായ റബ്ബ്, അന റബ്ബുകുമുൽ അഅ്ല, ഏറ്റവും അത്യുന്നതനായ റബ്ബ് ഞാനാകുന്നുവെന്ന് പറയുകയും ചെയ്തത് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. സമാനമായ ഒരുപാട് സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിൽ കാണാം. പരസ്പരം തർക്കിച്ച തോട്ടക്കാരും സുഹൃത്തും അൽ കഹ്ഫ് സൂറയിൽ നാം സാധാരണയായി ഓതുന്ന വചനങ്ങളിൽ അല്ലാഹു തആല പരാമർശിച്ചുവല്ലോ, വകാനഹു സമറുൻ ഫഖാ യസ്വാഹിബിഹി വഹു യുഹാവിറുഹു അന അക്തറു മിൻക മാലം വഅഅസ്സു നഫറ. തോട്ടമുണ്ടായിരുന്ന, സൗകര്യമുണ്ടായിരുന്ന, വരുമാനമുണ്ടായിരുന്ന മനുഷ്യൻ ആ വരുമാനത്തിൽ മതിമറക്കുകയും അഹങ്കരിക്കുകയും ഞാനൊക്കെ എന്തിനും പോന്നവരാണ് എന്ന് വിചാരിക്കുകയും തന്റെ കൂട്ടുകാരൻ ഉപദേശം നൽകുമ്പോൾ ആ ഉപദേശം പോലും സ്വീകരിക്കാതെ തള്ളിക്കളയുകയും ഞാൻ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയവനാണ്, അന അക്തറു മിൻക മാലൻ വഅഅസ്സു നഫറ, ഇതിനേക്കാളേറെ വലിയ സമ്പാദ്യമുള്ളവരാണ് ഞാൻ, എല്ലാ അർത്ഥത്തിലും ആളും അർത്ഥവുമുള്ളവനാകുന്നു ഞാനെന്ന് അവൻ സ്വയം അഹങ്കരിക്കുകയും വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി, ആ ദുൽമ ചെയ്യുന്ന അവസ്ഥയിൽ തന്റെ തോട്ടത്തിലേക്ക് അഹങ്കാരത്തോടെ കയറുകയും ഖാല മാ അദുന്നു അൻ തബീദ ഹാദിഹി അബദ വമാ അദുന്നു الساعة ഖായിമ വലൈൻ ഉദിത്തു ഇലാ റബ്ബി ലഅജ്ലന്ന ഖൈറൻ മിൻഹാ മുൻഖലബ. എന്റെ ഈ തോട്ടമൊന്നും ഏതാൽ നശിക്കാൻ പോകുന്നില്ല, ഈ വരുമാന വഴികളൊന്നും ഒരു കാലത്തും ഇല്ലാതാവുകയില്ല, എനിക്കെല്ലാ സൗകര്യങ്ങളുമുണ്ട് എന്ന് അഹങ്കരിക്കുന്ന അവസ്ഥയിലേക്ക് ആ ചിന്ത അവനെ കൊണ്ടെത്തിച്ചുവെന്നാണ്. മാത്രവുമല്ല ഖിയാമത്തൊന്നും സംഭവിക്കുകയില്ല, വമാ അദുന്നു الساعة ഖായിമ, ഖിയാമത്തൊന്നും ഉണ്ടാവുകയില്ല. അതൊക്കെ വെറുതെ പറയുകയാണ്. ഇതവ ഉണ്ടെങ്കിൽ തന്നെ അതിന് ഖിയാമത്തുണ്ടായി റബ്ബിന്റെ മുമ്പിലേക്ക് മടക്കപ്പെട്ടാലും അവിടെയും എനിക്ക് മോശമാവുകയൊന്നുമില്ല, ദുനിയാവിൽ പഠിച്ചോൻ തന്നല്ലോ, അതുപോലെ പരലോകത്തും തരുമെന്ന ആ ധിക്കാരത്തിലേക്ക് അവൻ എത്തിയെന്നാണ്. തന്റെ കൂട്ടുകാരൻ നൽകിയ ഉപദേശം പോലും എന്റെ തോട്ടത്തിൽ കയറുമ്പോൾ മാഷാ അല്ലാ പറയൂ, പടച്ച റബ്ബിന്റെ ഉദ്ദേശപ്രകാരമാണ് ഇതെല്ലാം ലഭിച്ചത്, ആ റബ്ബിന് നന്ദിയുള്ളവനായും ശുക്രുള്ളവനായും മാറൂ എന്ന കൂട്ടുകാരുടെ ഉപദേശത്തെ പോലും വകവെക്കാതെ മറികടന്ന് പോയവന്റെ കഥയാണ് അൽ കഹ്ഫ് സൂറയിൽ അല്ലാഹു തആല വിശദീകരിച്ച ആ ഒരു ചരിത്രം. ചില പാഠങ്ങൾ സഹോദരങ്ങൾ അതിലൊക്കെയുണ്ട്. പലപ്പോഴും പല പ്രശ്നങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണം ഇതൊക്കെ തന്നെയാണ്. അവൻ പറഞ്ഞത് കേൾക്കാൻ ഞാനാരാ, ഞാനെല്ലാം തികഞ്ഞവനാണ്, എനിക്കെല്ലാം അറിയാം, എന്റെ അഭിപ്രായമാണ് ശരി എന്ന തോന്നലുണ്ടാകുകയും അവന്റെ അഭിപ്രായം പോലും സ്വീകരിക്കാൻ തയ്യാറാവാതെ തന്റെ അഭിപ്രായത്തെ
അടിച്ചേൽപ്പിക്കുകയും അത് സ്വീകരിച്ചേ പറ്റുമെന്ന മനോഭാവമുണ്ടാവുകയും ചെയ്യുമ്പോൾ അത് പലപ്പോഴും അവന് നഷ്ടമുണ്ടാക്കുന്നു, ദുനിയാവിലും പരലോകത്തുമവന് നാശമായി മാറുകയും ചെയ്യുന്നുവെന്നർത്ഥം. പരസ്പരമുള്ള ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കിയ പലപ്പോഴും ആ ഒരു മനസ്സാണ്. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾക്ക് പലപ്പോഴും കാരണം ആ ഒരു മനസ്സാണ്. ഭർത്താവിന് തോന്നുകയാണ്, ഞാൻ വിചാരിച്ചപ്പോൾ നടക്കണം, എന്നോടാരും പറയേണ്ടതില്ല. മക്കളുടെ ഭാര്യയുടെ അഭിപ്രായം പോലും ചോദിക്കാനും അത് സ്വീകരിക്കാനും തയ്യാറാകുന്നില്ല. എന്റെ വീടാണ്, ഞാൻ വിചാരിച്ചാൽ അതാണ് നടക്കേണ്ടത്, എന്നെക്കാളും മേലെ ആരാണ് പറയാൻ എന്ന അഹങ്കാരത്തിന്റെ, അനാനീയത്തിന്റെ, ഞാനെന്ന ഭാവമാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ആ തോന്നൽ ഭാര്യയ്ക്കുണ്ടാകുമ്പോൾ, ഭർത്താവിനുണ്ടാകുമ്പോൾ, അതേപോലെ കൂട്ടുകാർക്കുണ്ടാകുമ്പോഴൊക്കെയും അത് പ്രശ്നങ്ങളായി മാറുമെന്നർത്ഥം. ഏത് രംഗത്തും അതല്ല വേണ്ടത്. വിനയമാണ്, താഴ്മയാണ്. എല്ലാവരുമായും കൂടിയാലോചിച്ചും മുഷാവറ ചെയ്തും അഭിപ്രായങ്ങളെ ആരാഞ്ഞും അതിൽ നിന്ന് ഹൈറായത് ചോദിച്ചറിഞ്ഞുമാണ് ജീവിതത്തെ എല്ലാ രംഗത്തും നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. നബിയോട് പോലും അല്ലാഹു തആല പറഞ്ഞ വചനമാണ്. ഓതിവെച്ച ആയത്ത് ഉഹുദുമായി ബന്ധപ്പെട്ടാണ് ആ ആയത്തിറങ്ങുന്നത്. ഉഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ഥലം തെരഞ്ഞെടുക്കുന്ന രംഗത്ത് പോലും മുഷാവറ ചെയ്തിട്ടുണ്ട്. എവിടെ വെച്ചാണ് ഏറ്റുമുട്ടേണ്ടത്? മദീനയുടെ ഉള്ളിൽ വെച്ച് ഏറ്റുമുട്ടണമോ, അതല്ല മദീനയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി ഉഹുദിൽ വെച്ച് ഏറ്റുമുട്ടണമോ എന്ന അഭിപ്രായം നബി തങ്ങൾ സ്വഹാബത്തോട് ഓരോരുത്തരോടും സ്വകാര്യമായി ചോദിക്കുകയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും എന്നിട്ട് നബിയുടെ പോലും അഭിപ്രായം മദീനയ്ക്കുള്ളിൽ വെച്ച് ഏറ്റുമുട്ടുകയാണ് ഖൈറ് എന്നായിട്ട് പോലും ഭൂരിപക്ഷം ആളുകളും പറഞ്ഞ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ടാണ് ഉഹുദ് തെരഞ്ഞെടുക്കുകയും ആ ഉഹുദിൽ വെച്ച് യുദ്ധമുണ്ടാവുകയും ചെയ്തത്. മലക്ക് മുകളിൽ നിർത്തി അമ്പെയ്ത്തുകാരായ 50 ആളുകൾ നബി തങ്ങൾ പ്രത്യേക നിർദ്ദേശം നൽകി. എന്തു വന്നാലും ശരി ഇറങ്ങാൻ പാടില്ല. നിർദ്ദേശം കിട്ടിയിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാവൂ, അല്ലാതെ ഇറങ്ങാൻ പാടില്ല. യുദ്ധം ഇവിടെ ജയിച്ചു എന്ന് കണ്ടാലും അതല്ല, വമ്പൻ പരാജയമാണെന്ന് കണ്ടാലും ശരി നിങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞ 50 ആളെ മലക്ക് മുകളിൽ നിർത്തി. ഇവിടെ 1-ാം ഘട്ടത്തിൽ യുദ്ധം വിജയിച്ചു. വലിയ വിജയമുണ്ടാകുകയും മുസ്ലിക്കീങ്ങൾ തങ്ങളുടെ സമ്പത്തെല്ലാം അവിടെ ഇട്ടെറിഞ്ഞുകൊണ്ട് ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെടുകയും വിശ്വാസികളായ ആളുകൾ ആ സ്വത്തുക്കളെല്ലാം വാരിക്കൂട്ടി ഒനേമത്ത് സ്വത്ത് ശേഖരിക്കുന്ന കാഴ്ച കണ്ടപ്പോഴാണ് മലക്ക് മുകളിൽ ആളുകൾക്ക് തോന്നിയത്, ഇതെന്താ നിൽക്കുന്നത്? യുദ്ധം അവസാനിച്ചു, എല്ലാം കഴിഞ്ഞു, മുസ്ലിക്കീങ്ങൾ പിന്തിരിഞ്ഞ് ഓടിപ്പോയി, അവരുടെ സ്വത്തൊക്കേതാ ഇവിടെ വാരിക്കൂട്ടുകയാണ്, നമ്മൾ എന്തിന് നിൽക്കണമെന്ന് പറഞ്ഞ് മഹാഭൂരിപക്ഷം ആളുകളും ഇറങ്ങുകയും അത് പിന്നീട് വലിയ പരാജയ നിമിത്തമായി മാറുകയും മലമുകളിൽ ആളൊഴിഞ്ഞ് തക്കം നോക്കി ഖാലിദ് ബിൻ വലീദിന്റെ നേതൃത്വത്തിൽ മറുഭാഗത്ത് കൂടി ശത്രുസൈന്യം കയറി വരികയും പ്രതീക്ഷിക്കാത്ത ആക്രമണം പിറകിൽ നിന്നുണ്ടാകുകയും അതുവഴി വലിയ പരാജയങ്ങൾ പിന്നീട് ഉഹുദിലുണ്ടാവുകയും ചെയ്തു. ആ സംഭവവുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ഇറക്കിയ വചനമാണ് ഓതിവെച്ച ആയത്ത്. അല്ലാഹു തആലയുടെ റസൂലിനോട് അല്ലാഹു തആല പറയുന്നത്, ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകളോട് പോലും ഒരു മോശമായ വാക്ക് പോലും പറയാൻ പാടില്ല എന്നാണ്. എന്തേ അത് ചെയ്തുവെന്ന ആ ഒരു പ്രതികരണം പോലും ഉണ്ടായിക്കൂടാ. നബി തങ്ങൾ നിർവഹിച്ചിട്ടുമില്ല, ആ നിലയ്ക്ക് പറഞ്ഞിട്ടുമില്ല. എന്തെങ്കിലും ഒരു വാക്ക് പോലും നബി തങ്ങൾ ചോദിച്ചില്ല അവരോട്, നിങ്ങൾ എന്തു പണിയാണ് ചെയ്തത്, എന്റെ വാക്ക് നിങ്ങൾ ലംഘിച്ചില്ലേ എന്ന ആ ഒരു വാക്ക് പോലും നബി തങ്ങൾ ചോദിച്ചിട്ടില്ല. അല്ലാഹു തആല പ്രശംസിച്ചു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും, പടച്ച റബ്ബിന്റെ റഹ്മത്ത് കൊണ്ടാണ് നബിയെ താങ്കൾ അവരോട് മൃദുവായി മയത്തോടുകൂടി പെരുമാറിയത്. ഒരു കുന്ത ഫല്ലൻ ഗലീദൽ ഖൽബി, താങ്കളെങ്ങാനും പരുഷ സ്വഭാവമുള്ള കടുത്ത ഹൃദയമുള്ള ആളായിരുന്നുവെങ്കിൽ ലം ഫല്ലൂ മിൻ ഹൗലിക, നബിയെ താങ്കളെ ഒഴിവാക്കി അവർക്ക് പിരിഞ്ഞു പോകുമായിരുന്നു. ഫഅഫു അൻഹും, നബിയെ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് നിങ്ങൾ പൊറുക്കൽ തേടണം. വശാവിർഹും ഫിൽ അംരി, കാര്യങ്ങളിൽ അവരോട് ഇനിയും നിങ്ങൾ മുശാവറ ചെയ്യുകയും വേണം, കൂടിയാലോചിക്കുകയും വേണം. ഇത്രയേറെ പരിക്കുണ്ടാവാൻ നിമിത്തമായ പ്രവർത്തനം ചെയ്തിട്ട് പോലും അല്ലാഹു തആല പറയുന്നത് വശാവിർഹും ഫിൽ അംരി, അവരോട് ഇനി കാര്യങ്ങൾ മുശാവറ ചെയ്യണം. ഇനിയും ഒരു വിഷയങ്ങൾ വരുമ്പോൾ, ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇനിയും പൊതുവായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരോട് ചോദിക്കേണ്ടതില്ല, അവരൊക്കെ അന്ന് വലിയ പരിക്കുണ്ടാക്കിയ ആളുകളല്ലേ എന്ന് ചിന്തിക്കാൻ പാടില്ല. അവരോട് കൂടി മുശാവറ ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു തആല പ്രത്യേകമായി ഉപദേശമായി നൽകുകയാണ്. ഇവിടെയും ആ ഒരു മനസ്സാണ് എന്തിലും ഏതിലും പരസ്പരം കൂടിയാലോചിച്ചും മക്കളോട് പോലും കൂടിയാലോചിച്ചുമുള്ള തീരുമാനമെടുക്കുന്ന രീതിയാണ് എപ്പോഴും വേണ്ടത് എന്നർത്ഥം. വീട്ടിലാണെങ്കിലും കമ്മിറ്റിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി, എല്ലാവരും കൂടിയാലോചിച്ച അഭിപ്രായങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഖൈറായ അഭിപ്രായം എന്താണോ അതെടുക്കുക. ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ അല്ലാഹു തവക്കുലാക്കുകയും ചെയ്യുക.
കൂടിയാലോചിക്കാം, മുഷാവറ ചെയ്യാം. അഭിപ്രായങ്ങൾ കിട്ടി, നിർദ്ദേശങ്ങൾ വന്നു, ഏറ്റവും ഹൈറായതാണെന്ന് ബോധ്യപ്പെട്ടത് തീരുമാനിച്ചു കഴിഞ്ഞു. ഫതവക്കൽ അലല്ലാഹ്, ബാക്കി റബ്ബിൽ തവക്കുലാക്കുക. പിന്നെ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. പിന്നെ അതിന് നീ പറഞ്ഞിട്ടല്ലേ, അവന്റെ അഭിപ്രായം സ്വീകരിച്ചിട്ടല്ലേ എന്ന് പിന്നെ പറഞ്ഞുകൂടാ. ഒരു ഹൈർ ഉണ്ടാകും. റബ്ബിന്റെ തീരുമാനം ഒരു പക്ഷേ ആ നിലക്കായിരിക്കാം എന്ന് പ്രതീക്ഷിച്ച് റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ട് പോകാനാണ് അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നത്. എവിടെയും ആ ഒരു മനസ്സുണ്ടായിക്കഴിഞ്ഞാൽ സഹോദരങ്ങളെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. ഒരുപാട് വിഷയം പല ആളുകളും അങ്ങനെയാണ്. ആർക്കും വഴങ്ങൂല, ആര് പറഞ്ഞാലും കേൾക്കൂല, ആരോടും ചോദിക്കയില്ല, ഒരാളുടെ അഭിപ്രായവും സ്വീകരിക്കുകയില്ല. ഒക്കെ ഞാൻ മതി, എല്ലാ അഭിപ്രായവും പറയാൻ മാത്രമൊക്കെ തികഞ്ഞവനാണ്, എനിക്ക് തന്നെ കാഴ്ചപ്പാടുണ്ട്, എന്നെക്കാളും വിദ്യാഭ്യാസം ആർക്കാളുള്ളത്, എന്നെക്കാളും കാഴ്ചപ്പാട് ആർക്കാളുള്ളത്, ഞാൻ ലോകം കണ്ടവനാണ്, പലയിടത്തും പോയവനാണ് എന്നൊക്കെയുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ അതല്ല വിശ്വാസിക്ക് വേണ്ടത്. അത് ജാഹിലിയ്യ സ്വഭാവമാണ്. വിശുദ്ധ ഖുർആൻ വരച്ചു കാണിച്ച ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് കഥകൾ നമുക്ക് ഇത്തരം പാഠങ്ങൾ നൽകുന്ന ചില കഥകൾ തന്നെയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു കഥ കാണാം. ഒരു നല്ലവനായ വാപ്പ, ആ വാപ്പയുടെ കാലശേഷം മക്കൾ ധിക്കാരികളായി മാറിയതിന് ഉദാഹരണം അല്ലാഹു തആല പഠിപ്പിക്കുന്നുണ്ട്. കർഷകനായ തോട്ടക്കാരനായ വാപ്പ എന്നും വിളവെടുക്കുമ്പോൾ ചുറ്റുപാടുമുള്ള പാവപ്പെട്ട ആളുകൾ ഒക്കെ വരും, മിസ്കീന്മാർ വരും, ഫക്കീറമാർ വരും. എല്ലാവർക്കും വാപ്പ കണ്ടറിഞ്ഞൊക്കെ സഹായമായി നൽകും. വാപ്പാന്റെ കാലശേഷം മക്കള് ആദ്യമേ തീരുമാനിച്ചു ആ പണി ഇനി പറ്റൂല. വാപ്പുള്ള കാലത്ത് എല്ലാവരും വരാറുണ്ട്, എല്ലാവർക്കും കൊടുക്കാറുണ്ട്, അത് ഇനി അവസാനിപ്പിച്ചേ പറ്റൂ. അങ്ങനെ എല്ലാവരും വന്ന് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇത് തീരുമാനിച്ച കഥയെ അല്ലാഹു തആല വിശദീകരിക്കുന്നു. ഇല്ലാ ബലൗനാഹും കമാ ബലൗനാ സുഹാബൽ ജന്ന ഇദ് അഖ്സമു ലയസ്ലിമുന്നഹാ മുസ്ബിഹീൻ. ആ തോട്ടക്കാരെ നാം പരീക്ഷിച്ചതുപോലെ നാം അവരെ പരീക്ഷിച്ചുവെന്ന് അല്ലാഹു തആല പറഞ്ഞത്. അവർ തീരുമാനിച്ചു, വിളവെടുക്കാൻ സമയമായപ്പോ മക്കളെ കൂടിയാലോചിച്ചു, ഇന്ന് ഒരാളും വരാതിരിക്കണം, ഒരു മിസ്കീനും കൊണ്ട് വരേണ്ട കാര്യമില്ല, ആർക്കും ഒന്നും കൊടുക്കേണ്ടതില്ല, അങ്ങനെ എന്താണ് ചെയ്യുക, എന്താ വഴി എന്ന് ചർച്ച ചെയ്തപ്പോഴാണ് അഭിപ്രായം പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, നമുക്ക് രാത്രി പോയി വിളവെടുക്കാം, നേരം മുതലും മുമ്പേ തന്നെ വിളവെടുപ്പ് പൂർത്തിയാക്കാം. ആളുകളൊക്കെ എഴുന്നേറ്റ് വരുമ്പോഴേക്ക് എല്ലാം കഴിഞ്ഞു, വിളവെടുത്ത് കഴിഞ്ഞു. അങ്ങനെ ഒരാളും വരാതെ ആർക്കും ഒന്നും കൊടുക്കാതെ കിട്ടിയത് മുഴുവൻ നമുക്ക് തന്നെ ഉപയോഗിക്കാം. മിസ്കീൻ, ഇന്ന് ഒരു മിസ്കീനും ഇങ്ങോട്ട് കയറാൻ പാടില്ല. തീരുമാനിക്കുകയും രാത്രി എഴുന്നേറ്റ് ആ ഇരുട്ടിന് അവർ പോവുകയും, പക്ഷേ അല്ലാഹു തആല പറയുന്നു അവരെത്തും മുമ്പേ തന്നെ ഫതാഫ അലൈഹ ത്വായിഫും മിർ റബ്ബിക വഹും നായിമൂൻ ഫഅസ്ബഹത് കസ്വരീം. അവരെല്ലാം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പടച്ച റബ്ബിന് ശിക്ഷ ആ തോട്ടത്തിലേക്ക് ഇറങ്ങുകയും ആ തോട്ടമൊന്നാകെ കത്തിക്കരിഞ്ഞ് ചാമ്പലായി മാറുകയും അവർ സ്വകാര്യമായി പ്ലാനിട്ട് എഴുന്നേറ്റ് രാത്രി വന്ന് വിളവെടുക്കാൻ വേണ്ടി വരുമ്പോഴതാ തോട്ടമൊന്നാകെ തകർന്നിരിക്കുന്നു, നശിച്ചിരിക്കുന്നു. പടച്ച റബ്ബ് നൽകിയ പരീക്ഷണമായ കദാലിക്കൽ അദാബ് എന്ന അല്ലാഹു അവസാനം പറഞ്ഞു. ഇങ്ങനെയാണ് പടച്ച റബ്ബിന് അദാബ് വരിക. അപ്പൊ നമ്മുടെ ചില സാമർഥ്യങ്ങളും നമ്മളെ പ്ലാനും പദ്ധതിയും അതുകൊണ്ടൊക്കെ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും, എല്ലാവരും തോൽപ്പിച്ച് എല്ലാവരും മറികടന്ന് എനിക്കതുകൊണ്ട് നേടാൻ കഴിയും, ഞാൻ വലിയ സമർത്ഥനാണ്, വലിയ ബുദ്ധിമാനാണ് എന്നൊക്കെയുള്ള തോന്നലുകൾ അത് നഷ്ടമേ ഉണ്ടാക്കൂ എന്നർത്ഥം. അതല്ല വിശ്വാസിയുടെ സ്വഭാവം. വിനയമാണ്, താഴ്മയാണ്. തിൽക ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദ. ഔന്നിത്യം ആഗ്രഹിക്കാത്ത, ഫസാദ് ആഗ്രഹിക്കാത്ത, ഉന്നതനാകണം, എല്ലാവരെക്കാളും മേലെ നിൽക്കണമെന്ന് ചിന്തിക്കാത്ത വിനയാന്വിതരായ ആളുകൾ അവർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നിശ്ചയിച്ചത് എന്നാണ്. വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർളി ഹൗന. ഭൂമിയിലൂടെ വിനയാന്വിതരായി നടക്കുന്നവർ അവരാണ് റഹ്മാന്റെ അടിമകൾ. അവരാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്ന അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ അടിമകൾ എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തിയത്. ആ നിലക്കുള്ള നല്ല സ്വഭാവങ്ങളുടെ ഉടമകളായി മാറാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സഹോദരങ്ങളെ, സഹോദരിമാരെ, റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുക എന്ന് പ്രത്യേകമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. എപ്പോഴും എല്ലാവർക്കും ഖൈറുണ്ടാകണമെന്ന മനസ്സും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന
ഒരു മനസ്സുമൊക്കെയാണ് വിശ്വാസികൾക്ക് ഉണ്ടാവേണ്ടത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഞങ്ങൾ നബിയോടൊപ്പം നിസ്കരിക്കാനായി നിന്നു. ആ നിസ്കാരത്തിൽ ഒരു അഅറാബി ഇങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കുന്നത് കേട്ടു, അല്ലാഹുമ്മ റഹംനി വ മുഹമ്മദ വലാ തർഹം മഅന അഹദ. അല്ലാഹു എനിക്ക് നീ റഹ്മത്ത് കാരുണ്യം ചൊരിയണേ, മുഹമ്മദ് നബിക്കും നീ കാരുണ്യം ചൊരിയണേ, വലാ തർഹം മഅന അഹദ, മറ്റൊരാൾക്കും നീ റഹ്മത്ത് നൽകരുതേ റബ്ബേ എന്ന്. നബിയോടുള്ള അങ്ങേയറ്റത് ഇഷ്ടം കാരണമാണ് അയാൾ പ്രാർത്ഥിച്ചു പോയത്. നബിയോട് ഇഷ്ടമുണ്ടായതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. ഒരു ഗ്രാമീണനാണ്, അഅറാബിയാണ്. അപ്പൊ എനിക്ക് നീ റഹ്മത്ത് ചൊരിയണേ, നബിക്കും റഹ്മത്ത് ചൊരിയണേ, മറ്റാർക്കും കൊടുക്കല്ല റബ്ബേ എന്നാണ് പ്രാർത്ഥന. സലാം വീട്ടിയപ്പോ നബി തങ്ങൾ പറഞ്ഞു, ലഖദ് ഹജ്ജർത വാസിഅ, വിശാലമായ റബ്ബിന്റെ റഹ്മത്തിനെ നീ പരിമിതപ്പെടുത്തിയല്ലോ എന്ന് നബി തങ്ങൾ അയാൾക്ക് ഉപദേശമായി നൽകി. അല്ലാഹുവിന്റെ റഹ്മത്ത് വിശാലമാണ്, ആർക്ക് നൽകിയാലും അവസാനിക്കാത്ത റഹ്മത്തിന്റെ ഉടമയാണ് റബ്ബ്, അതിനെ പരിമിതപ്പെടുത്തിയല്ലോ എന്ന് നബി തങ്ങൾ അവിടെ തിരുത്തി കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു രീതി പോലും അംഗീകരിച്ചില്ല എന്നർത്ഥം. എല്ലാവർക്കും ഖൈറ് വരണം, എല്ലാവർക്കും നല്ല ഉണ്ടാകണമെന്ന സൽവിചാരം അതാണ് വേണം. ഞാൻ എന്ന ആ ഭാവം, എനിക്ക് എന്ന തോന്നൽ, ആ തോന്നലിനെ വാക്കുകളിൽ പോലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുത്തിയതായി കാണാൻ കഴിയും. ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്ന് ഞാൻ നബിയുടെ മുമ്പിലേക്ക് ചെന്ന് എന്റെ വാപ്പാന്റെ കടവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കാനായി ഞാൻ ചെന്നു. ജാബിറിന്റെ വാപ്പ ഉഹദിൽ ഷഹീദായവരാണ്. അദ്ദേഹം ഉഹദിലേക്ക് പോകുമ്പോൾ വലിയ കടബാധ്യത തന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് വാപ്പ ഉഹദിലേക്ക് പോയത്. ആ ഉഹദിൽ വാപ്പ ഷഹീദാവുകയും ചെയ്തു. ആ വാപ്പാന്റെ കടവുമായി ബന്ധപ്പെട്ട കാര്യം സംസാരിക്കുവാനായി അത്തൈതു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ ദൈനിൻ കാന അലാ അബി, എന്റെ വാപ്പാക്കുണ്ടായിരുന്ന കടം, ആ കടത്തിനെ കാറ്റ് സംസാരിക്കാൻ വേണ്ടി ഞാൻ നബിയുടെ വീട്ടിലേക്ക് ചെന്നു. അങ്ങനെ ഫദഖഖ്തുൽ ബാബ, നബിയുടെ വാതിലിൽ ഞാൻ മുട്ടി വിളിച്ചു. അവൻ നബി തങ്ങൾ ചോദിച്ചു, മൻദ, ആരാണ് പുറത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അന, ഞാനാണെന്ന് പറഞ്ഞു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അന കഅന്നഹു ഞാനോ അതെ ഞാന് എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിച്ചു. നബിക്ക് ആ പ്രയോഗം ഇഷ്ടപ്പെടാത്തപ്പോൾ എനിക്ക് തോന്നി എന്നാണ്. അവിടെ പോലും ഞാൻ എന്ന വാക്ക് നബി തങ്ങൾ മറ്റു ഹദീസിൽ പഠിപ്പിച്ചു. അങ്ങനെ ചെന്ന് സമ്മതം ചോദിക്കുമ്പോൾ ഞാൻ എന്നല്ല പറയേണ്ടത്, പേര് പറയുക. ഏത് പേര് പറഞ്ഞാലാണോ മനസ്സിലാവുക ആ പേരിൽ പറയുക. അല്ലെ ഞാൻ എന്ന് അതല്ല. ഫോൺ വിളിക്കുമ്പോൾ അതേപോലെ വീട്ടിൽ വിളിക്കുമ്പോഴൊക്കെ ഇത് ഞാനാണ്, അല്ല ഞാൻ. അങ്ങനെ ഞാൻ എന്നൊരു ഭാവം, എന്റെ ശബ്ദം കേട്ടാൽ മനസ്സിലാവണ്ടേ, എന്നെ കേട്ടാൽ തന്നെ മനസ്സിലാവണം, അല്ല അങ്ങനെയൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ആളുകൾ പല രീതിയിലായിരിക്കാം, പല സാഹചര്യമായിരിക്കാം. അവിടെയൊന്നും ആ വക തോന്നലുകൾക്ക് പ്രസക്തി ഇല്ല എന്നാണ് ഇത്തരം ഹദീസിലൂടെ നമ്മെ എല്ലാം പഠിപ്പിക്കുക. എപ്പോഴും എല്ലാവരെയും കുറിച്ചുള്ള സൽവിചാരങ്ങളും ഞാൻ ഒരു വലിയ ആളാണ് എന്ന ആ തോന്നലില്ലായ്മയും അതൊക്കെയാണ് ഏറ്റവും അനിവാര്യമായി ഉണ്ടാവേണ്ടുന്നത്. വിനയവും താഴ്മയും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ആരുമായും അടുത്തിടപഴകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാത്രവുമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ആ നിലയ്ക്ക് ഒരുപാട് മാതൃകകൾ പഠിപ്പിച്ചതായി കാണാൻ നമുക്ക് സാധിക്കും. അബൂ മസ്ഊദ് പറയാണ്, നബിയുടെ അടുക്ക് ഒരാൾ നബിയെ കാണാൻ വേണ്ടി ഒരു മനുഷ്യൻ വന്നു. അയാൾ നബിയെ കണ്ട് നബിയുമായി സംസാരിക്കുമ്പോൾ വല്ലാതെ പേടിച്ച് വിറച്ചുകൊണ്ടാണ് അയാൾ സംസാരിക്കുന്നത്. അള്ളാഹുവിന്റെ റസൂലാണല്ലോ. റസൂലിനോട് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു വിനയവും വല്ലാത്തൊരു പേടിയും ഒക്കെ പ്രകടമായിക്കൊണ്ടാണ് ആ മനുഷ്യൻ ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ഹബ്ബിൻ അലൈക, അങ്ങനെയൊന്നും പ്രയാസപ്പെടേണ്ടതില്ല, സാവകാശം കാണിക്ക്, ശാന്തമാക്. ഫഇന്നി ലസ്തു ബിമലിക്കിൻ, ഞാനൊരു രാജാവൊന്നുമല്ല. ഫഇന്നി ലസ്തു ബിമലിക്കിൻ, ഞാനൊരു രാജാവൊന്നുമല്ല. ഇന്നമാ അന ഇബ്നു ഇംറഅ തഅകുൽ ഖദീര, ഞാനൊരു സാധാരണ സ്ത്രീയുടെ മകനാണ്. എല്ലാവരെയും പോലെ എല്ലാവരും തിന്നുന്ന ഭക്ഷണങ്ങൾ തിന്നുന്ന ഒരു പെണ്ണിന്റെ മോനാണ് ഞാനൊരു രാജാവൊന്നുമല്ല. നീ അങ്ങനെ ബേജാറാകേണ്ടതില്ല, അങ്ങനെ പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അയാളെ നബി തങ്ങൾ സമാധാനിപ്പിച്ചു വന്നാൽ അത്രയേറെ വിനയവും താഴ്മയും നബി തങ്ങൾ സ്വന്തം സ്വഭാവത്തിൽ പ്രകടിപ്പിച്ചു എന്നർത്ഥം. അല്ലാതെ ഞാൻ വലിയ ആളാണെന്ന് കരുതി അങ്ങനെയൊക്കെ ആവട്ടെ, ആളുകൾ ബഹുമാനിക്കട്ടെ, ആളെ എന്നെ കാണുമ്പോൾ ആദരിക്കട്ടെ എന്ന ആ മനസ്സ് അത് വിശ്വാസിയുടെ മനസ്സല്ല എന്നർത്ഥം. എല്ലാ രംഗത്തും സഹോദരങ്ങളെ ഇത് ശീലിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. വീട്ടിലാണെങ്കിലും സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും ഇടപെടുന്ന ഏത് മേഖലയാണെങ്കിലും അത്തരം നല്ല ശീലങ്ങളെ ഉണ്ടാക്കിയെടുക്കാനാണ് ഞാനും നിങ്ങളുമൊക്കെ പരിശ്രമിക്കേണ്ടത്. അതാണ് സ്വർഗത്തിലേക്കുള്ള വഴി കൂടി അതാണ് എന്ന് നാം പ്രത്യേകമായി തിരിച്ചറിയുക. വിനയും താഴ്മയും
ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് എത്തിക്കുമെന്നാണ്. അത്തരം വിനയങ്ങൾ എല്ലാത്തിനേക്കാളേറെ മേന്മയാണ് എന്ന് പഠിപ്പിക്കപ്പെടുന്ന ധാരാളം വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ പ്രവാചകാധ്യാപനങ്ങളിൽ എല്ലാം കാണാൻ കഴിയും. ആ നിലക്കുള്ള നല്ല സ്വഭാവങ്ങൾ, നല്ല ശീലങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുമുള്ള ഖൈറും ബറക്കത്തും നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഖറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله وسلم على محمد وآله وصحبه أجمعين.